സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടോപ്പിക് അല്ലേ? എന്ന് വെച്ചാൽ എല്ലാവർക്കും പണ്ട് തൊട്ട് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും എന്താണിത്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ചൊന്ന് പറഞ്ഞു തരാമോ? ഓക്കെ, കാര്യം ശരിയാണ്. സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷേ ആർക്കും പറയാൻ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. മടിയാണ്. കാര്യം ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് പുറത്ത് കാണിക്കില്ലല്ലോ. പിന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ സെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആളുകൾക്ക് അറിയില്ല. ഭയങ്കര ഒരു റോങ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ. പിന്നെ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഈ ലൈംഗികത അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് സാധനമാണ്. അപ്പം ഞാൻ ഒരു പല പേഴ്സ്പെക്റ്റീവിൽ പറയാം. അതായത് ഒരു ജനറ്റിക് എവല്യൂഷണറി പേഴ്സ്പെക്റ്റീവ്, ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ബയോളജിക്കൽ, പിന്നെ അതിൻ്റെ ബയോ കെമിക്കൽ ആസ്പെക്ട്സ്, എന്താണ് സംഭവിക്കുന്നത് ബോഡിയിൽ, എന്തുകൊണ്ട് സംഭവിക്കുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ സോഷ്യൽ, കൾച്ചറൽ, റിലീജിയസ് ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജനറ്റിക്കലി എവല്യൂഷണറി പേഴ്സ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ നമുക്ക് കുറേ ദൂരെ മാറി നിന്ന് വേൾഡിനെ ഒന്ന് നോക്കാം. നമ്മൾ ഭൂമിയുടെ കുറേ പുറത്തു പോയിട്ട് ഇവിടെ നോക്കി ഇവിടെ എന്താ സംഭവിക്കുന്നത്? കുറേ ജീവനുള്ള സാധനങ്ങളുണ്ട്, ചെടികൾ, മൃഗങ്ങൾ, മനുഷ്യരൊക്കെ ഉണ്ട് അല്ലേ? കുറേ ലിവിങ് തിങ്സ് ഉണ്ട്. എന്താണ് ഇതൊക്കെ ചെയ്യണത്? എന്താണ് ലൈഫിൻ്റെ അർത്ഥം? ലൈഫും സെക്ഷുവാലിറ്റിയും കണക്റ്റഡ് ആണ്. എന്താ ലൈഫിൻ്റെ അർത്ഥം? എന്താ സംഭവിക്കുന്നത് ലൈഫിൽ? ആൾക്കാർ അല്ലെങ്കിൽ മൃഗങ്ങൾ, ജീവനുള്ള എല്ലാ സാധനങ്ങളും ജനിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, എനർജി സ്പെൻഡ് ചെയ്യുന്നു, അവർ വളരുന്നു, അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, മരിക്കുന്നു, കഴിഞ്ഞു. ഇതൊരു സൈക്കിളല്ലേ? അപ്പം എന്താ ഉണ്ടാവണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 2 ആസ്പെക്റ്റാണ്. ഒന്ന് നമ്മുടെ ഫുഡ്, പിന്നെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാർട്ടായിട്ടാണ് ഈ സെക്ഷുവാലിറ്റി ഡെവലപ്പ് ചെയ്തത്. ഇനീഷ്യലി എവല്യൂഷണറി ഡെവലപ്പ് ചെയ്ത ജനറ്റിക് ആസ്പെക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ജീനുണ്ട് ഉള്ളിൽ. ഇത് മൾട്ടിപ്ലൈ ചെയ്താണ് അടുത്ത ജനറേഷനിലേക്ക് പോകുന്നത്. ക്രോമസോം, ജനറ്റിക് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ഒരു ജീനിൻ്റെ പെർസ്പെക്റ്റീവിൽ ആലോചിച്ച് നോക്ക്. ഒരു ജീൻ എന്താ ചിന്തിക്കുന്നത്? ഒരു വ്യക്തിയുടെ ജീൻ എന്താ ചിന്തിക്കുന്നത്? അതിന് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം, അതിന് അടുത്ത ജനറേഷനിൽ പോകണം, അല്ലെങ്കിൽ എന്തുണ്ടാവും? അത് തീർന്നു പോകും, അത് എക്സ്റ്റെൻഡ് ആയി, അത് മരിച്ചുപോയി. അപ്പോൾ ആ ജീനിന് മാക്സിമം മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? റീപ്രൊഡക്ഷൻ, മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം ജീനിൻ്റെ ഇതിൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അതിനുണ്ടായാൽ മാത്രം പോരാ, അതിൻ്റെ കോപ്പി പിന്നെയും പകർത്തണം. അതായത് നമുക്ക് കുട്ടികൾ ഉണ്ടാവണം, ആ കുട്ടികൾക്ക് പിന്നെയും കുട്ടികൾ ഉണ്ടാവണം. കാരണം ഈ ജീനിൻ്റെ ആഗ്രഹം മൾട്ടിപ്ലൈ ചെയ്യില്ല. ഫോട്ടോ കോപ്പി എടുക്കണ പോലെയാ, ഒരു പേപ്പറിന് കുറേ ഫോട്ടോ കോപ്പി എടുക്കണം. അതുപോലെയാണ് ജീൻ. അപ്പം നമ്പർ കൂടുമ്പോൾ ജീൻ ഹാപ്പി, അതിൻ്റെ ക്വാളിറ്റി ഒന്നും അവർ നോക്കില്ല. പിന്നെ ഈ അടുത്ത കുട്ടികൾ ഉണ്ടാവണവർക്ക് കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? അവർ റീപ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം നമ്മളുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ നമ്മളുടെ ബിഹേവിയറും നമ്മൾ ജീവിക്കുന്ന രീതിയും എല്ലാം ഇതിന് ബേസ് ചെയ്താണ് കുറേ കാര്യങ്ങൾ. നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള ഇതാണ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് മനസ്സിലായാലേ നമുക്ക് സെക്ഷുവാലിറ്റി നന്നായിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മളൊരു ബയോളജിക്കൽ വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഒറിജിനലി സെക്ഷുവാലിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റീപ്രൊഡക്ഷൻ വേണമെങ്കിൽ എന്തുകൊണ്ട് ഹ്യൂമൻസ് അല്ലെങ്കിൽ ആനിമൽസ് ഇത് ചെയ്യുന്നു? ഈ പ്രക്രിയ എന്തുകൊണ്ട് അവർ ചെയ്യുന്നു? അപ്പോൾ നമ്മളുടെ ബ്രെയിൻ വർക്ക് ആവണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിവിങ് തിങ്സ്, നമ്മൾ ജീവനുള്ള സാധനങ്ങൾ ബ്രെയിൻ വർക്ക് ആവുന്നത് റിവാർഡ് സിസ്റ്റം എന്ന് പറയും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് നമുക്കൊരു റിവാർഡ് കിട്ടുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ അതിന് വർക്ക് ആവുന്നത്. അതൊരു ഡോപ്പമൈൻ. ഒരു മറ്റേ സ്റ്റഡി ഉണ്ട്, ഒരു പട്ടീനെ വെച്ചിട്ട്, പാവ്ലോവിൻ്റെ പഴയ സ്റ്റഡി, എല്ലാവർക്കും അറിയാവുന്ന ബയോളജിയിൽ. അപ്പം നമുക്കൊരു റിവാർഡ് കിട്ടുകയാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുള്ളൂ. അത് നമ്മുടെ ബ്രെയിനിൽ റിലീസ് ആവുന്നത് ഡോപ്പമൈനാണ്. അപ്പം ഈ റിവാർഡ് സിസ്റ്റത്തിന് വേണ്ടി എവല്യൂഷണറി ആണ് ആ ഒരു പ്രക്രിയ. ഈ സെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്നുണ്ട്, അതിനകത്തൊരു ഓർഗാസം ക്ലൈമാക്സ് ഉണ്ട്, അതിനകത്ത് മാക്സിമം ഡോപ്പമൈനൊക്കെ റിലീസ് ആവുന്ന ഒരു പ്രക്രിയ ഉണ്ട്. അത് പ്രകൃതിയിൽ ഉണ്ടായത് കാരണം നല്ല ആൾക്കാർ ചെയ്യുള്ളൂ. അപ്പം അത് പ്ലഷറുമായിട്ട് കണക്റ്റഡ് ആണ്. പ്ലഷറുമായിട്ട് കണക്റ്റഡ്. അപ്പോൾ ഇതൊരു ഒരുതരം കോഡിംഗ് ആണോ? ഇത് കോഡഡ് ആണ്. നമ്മൾ ജനറ്റിക്കലി കോഡഡ് ആണ് ടു ഹാവ് പ്ലഷർ. നമ്മൾ ഭക്ഷണം കഴിച്ചാലും നമുക്ക് ഡോപ്പമൈൻ കിട്ടും, നമ്മൾ സെക്സ് ഉണ്ടായാലും നമുക്ക് ഡോപ്പമൈനും ഓക്സിറ്റോസിനൊക്കെ കിട്ടും. പിന്നെ ഇതിനകത്ത് ഒരു കെമിക്കലല്ല, നമ്മുടെ ബ്രെയിനിലെല്ലാം വർക്ക് ആവണത് നമുക്ക് സുഖം തോന്നുന്നത്. പ്ലഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സുഖം തോന്നുന്നതും
എക്സ്ട്രീം സുഖം തോന്നുന്നതും സന്തോഷം തോന്നുന്നതും പല ടൈപ്പ് ബയോകെമിക്കൽ ഇതെന്ന് പറയുമ്പോൾ പല ടൈപ്പ് കെമിക്കൽസ് ഉണ്ട്. അതിനകത്ത് ക്ലൈമാക്സിലൊക്കെ ഓക്സിറ്റോസിൻ ഉണ്ട്, സെറട്ടോണിൻ ഉണ്ട്. 40 കെമിക്കലാണ് ബ്രെയിനിൽ റിലീസ് ആവണത്. 40 കെമിക്കൽസ്. അതിനാണെങ്കിൽ 40 മരുന്നുകൾ കഴിക്കണം. 40 മരുന്ന് കഴിച്ചാൽ അത് കിട്ടില്ല. കാരണം ആ 40 ഈ സാധനം നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന സാധനമല്ല. അപ്പൊ അത്രയും സാധനം ഇത് പ്രകൃതി നമുക്ക് നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ്? സോ ദറ്റ് യു ഡൂ ദാറ്റ്, സോ ദറ്റ് യു റീപ്രൊഡ്യൂസ്. അതാണ് അതിൻ്റെ ഒറിജിനൽ ഇത്. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ എവല്യൂഷനിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഓവർ ദ ഇയേഴ്സ് ഭയങ്കര ചേഞ്ച് സംഭവിച്ചു. മില്യൺസ് ഓഫ് ഇയേഴ്സാണ് നമ്മൾ ഹ്യൂമൻസ് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇവോൾവ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ മൃഗങ്ങളും തമ്മിൽ ഭയങ്കര ഡിഫറൻസുകളുണ്ട്. ഇപ്പോൾ സെക്സ് എടുത്ത് നോക്കിയാലും മൃഗങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇത് എന്തിനു ചെയ്യണോ ഈ ടോക്ക് സെക്സ് എഡ്യൂക്കേഷൻ എന്ത് കൊടുക്കണോ? പട്ടിക്കും പൂച്ചയ്ക്കും ഒന്നും സെക്സ് എഡ്യൂക്കേഷൻ കിട്ടുന്നില്ലല്ലോ. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ്? അപ്പം നമ്മൾ അവരുമായിട്ട് വ്യത്യാസം വന്നു. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾ ഇത് ചെയ്യുന്നത് ബേസിക്കലി അത് ഒരു റീപ്രൊഡക്റ്റീവ് പേർപ്പസാണ്. അപ്പം അവർ ഇയർലി ആ ഓവുലേഷൻ ചിലപ്പോൾ 1 പ്രാവശ്യം 2 പ്രാവശ്യം ആവണമെങ്കിൽ ആ വർഷത്തിൽ 1-2 പ്രാവശ്യം ഓവുലേഷൻ, അതായത് എഗ്ഗ് വിരിഞ്ഞ് പ്രഗ്നൻ്റ് ആവാൻ സാധ്യതയുള്ള സമയത്താണ് സംഭവം നടക്കുന്നത്. പക്ഷേ ഹ്യൂമൻസ് അങ്ങനെയല്ല. ത്രൂ ഔട്ട് ദ ഇയർ, എനി ടൈം ഓഫ് ദ ഡേ, ലൈക്ക് ഇന്ന മാസം ഇന്ന സമയമൊന്നുമില്ല. ഓവുലേഷൻ്റെ സമയം മാത്രമല്ല, എനി ടൈം ചെയ്യും. അപ്പോൾ ഹ്യൂമൻസ് ചെയ്യുന്നത് അത് പ്ലഷറിന് ബേസ്ഡ് ആണ്. മറ്റേത് ബേസിക്കലി ഓവുലേഷൻ ആകുമ്പം ആ ഫെറോമോൺസിൻ്റെ റിയാക്ഷനായിട്ടൊക്കെ അവർ മേറ്റിംഗ് ഒക്കെ നടക്കണത്. അപ്പോൾ അങ്ങനെ ആനിമൽസിലും ഹ്യൂമൻസിലും നല്ല വ്യത്യാസമുണ്ട്. ഇനി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ബയോകെമിക്കൽ പെർസ്പെക്റ്റീവ് ആണെങ്കിൽ കെമിക്കൽ റിലീസ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഒരു ഫിസിക്കൽ ആസ്പെക്റ്റ് കൂടിയുണ്ട്. ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുരുഷന്മാരെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡ് ഉണ്ട്. അത് ഫുള്ളാവും. ഈ ഗ്രന്ഥിയിലെ ഫ്ലൂയിഡൊക്കെ വന്ന് ഫുള്ളാവും. അത് ഭയങ്കര റിച്ച് ഫ്ലൂയിഡാണ്. അതും സെമിനൽ വെസിക്കിൾസ് എന്ന് പറഞ്ഞ വേറൊരു ഗ്രന്ഥിയാണ്. ഈ രണ്ടും ഫ്ലൂയിഡും സ്പേമും ചേർന്നാണ് ഒരു ജാക്കുലേറ്റ് ആയിട്ട് പുറത്ത് വരുന്നത് പുരുഷന്മാർക്ക്. സ്ത്രീകൾക്കാണെങ്കിൽ സ്കീൻസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇതിന് സിമിലർ ഗ്ലാൻഡ് ഉണ്ട്. അതും ഫുള്ളാവും. അപ്പം നമ്മളിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിനറി ബ്ലാഡർ ഫുള്ളാവുമ്പോൾ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നും. അതേപോലെ ഈ ഗ്ലാൻഡ് ഫുള്ളാവുമ്പോൾ ഈ നെർവ് കണക്ഷൻ ബ്രെയിനിൽ പോയിട്ട് ആ തോട്ട് വരും. ഡാം ഫുള്ളായെന്ന് വിചാരിക്കും, എന്തുണ്ടാവും? ഒരു ഡാം, ഫിസിക്സ് ആണ്. ഒരു കണ്ടെയ്നറിൽ ഫ്ലൂയിഡ് ഫുള്ളായി എന്തുണ്ടാവും? അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്, അത് പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ അത് പുറത്തോട്ട് ഒഴുകി വരും. അപ്പം ഇത് ഒരു പരിധി കൂടുതൽ ഫുള്ളായി കഴിയുമ്പോൾ ഇറ്റ് ഹാസ് ടു കം ഔട്ട്. ഇറ്റ് ഹാസ് ടു. ഇതാണ് ആളുകൾക്ക് അറിയാൻ പാടില്ലാത്തൊരു ആസ്പെക്റ്റ്. അപ്പോൾ ഈ ഗ്ലാൻഡ് ഫുള്ളായി കഴിയുമ്പം ഇത് ഡിസ്റ്റൻ്റ് ആകുമ്പോൾ അവിടെ ഉള്ള നെർവ്സ് ബ്രെയിനിൽ കണക്ഷൻ പോയിട്ട് ആ സെക്ഷൽ തോട്ട്സ് വരും. ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ ആ സമയത്ത് അവർക്ക് സ്ത്രീകളെ കണ്ട് അട്രാക്ഷൻ തോന്നും. അപ്പോൾ അതൊരു അങ്ങനെ ഒരു ഫിസിക്കൽ ആസ്പെക്റ്റ് കൂടെ ഇതിനുണ്ട്. അതല്ലാതെ ഇതിനെ നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് മൈൻഡ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബട്ട് അതിനകത്ത് അങ്ങനത്തെ ആസ്പെക്ട്, കെമിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്, ഹോർമോണിൻ്റെ കളികളുണ്ട്, ഫിസിയോളജിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുമ്പോൾ ഹോർമോൺസ് എല്ലാം വരുമ്പോൾ നമ്മുടെ താല്പര്യങ്ങൾ കൂടുന്നതും കുറയുന്നതും ഇല്ലാത്തതോളം അതൊക്കെ ഉണ്ട്. വലിയ സബ്ജക്റ്റാണ്. കൺവേർട്ട് ഇറ്റ് ഇൻടു ആക്ഷൻ. പക്ഷെ തോട്ട്സ് വരും അല്ലേ? തോട്ട്സ് വരും ആൻഡ് യു മേ ഓർ മേ നോട്ട്. അപ്പോൾ സെക്ഷുവാലിറ്റി നമ്മൾ വിചാരിക്കണ പോലെ ഇത്രയും ഘടകങ്ങളുണ്ട്. നമ്മൾ ജനറ്റിക്കലി കോഡഡ് ആണ് ഇതിനൊന്ന്. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസ് ഉണ്ടാകുമ്പം ആ തോട്ട് വരും, ഹോർമോൺസിന് ഇത് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അല്ലാതെ ഇപ്പം നമുക്ക് പ്രശ്നം പറ്റണം. ഞാൻ ഈ ടോക്ക് കൊടുക്കണത് എന്തിനാണെന്നറിയോ? സെക്സ് ഒരു ചീത്ത സാധനം, അതിനൊരു തെറിയായിട്ടും ഒരു ചീത്ത സാധനമായിട്ട് അല്ലെങ്കിൽ ഒരു പാപമായിട്ടൊക്കെയാണ് നമ്മൾ മാസ്റ്റുർബേഷനൊക്കെ പാപമായിട്ടൊക്കെ കാണണേ. ഈ വരുന്ന ഇൻസ്റ്റിങ്സിനെ ആൾക്കാർ അതുപോലെ സപ്രസ് ചെയ്യും. അയ്യോ ഇത് പാടില്ല, ചിന്തിക്കാൻ പാടില്ല, പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മൾക്ക് ഭക്ഷണം കഴിക്കണ പോലെയും അല്ലെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ യൂറിനറി ബ്ലാഡർ ഫുള്ളായാൽ നമുക്ക് എത്ര ദിവസം പിടിച്ചു വെക്കാൻ പറ്റുമോ? പറ്റില്ല. യൂറിൻ പാസ് ചെയ്യണം. അതുപോലെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ സാധനമാണ് ഈ സെക്സും സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അപ്പം അത് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറും. അതുകൊണ്ടാണ് ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഓപ്പണായിട്ട് പറയുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് പറയാതിരിക്കുന്നു? അതും വലിയൊരു ചോദ്യമാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൾച്ചർ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചു. കാരണം നമ്മളിപ്പോൾ സെക്ഷുവാലിറ്റി എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം
പണ്ട് നമ്മൾ ഈ സ്റ്റോൺ ഏജിൽ കേവ്മെൻ വെറുതെ ഇങ്ങനെ ഹണ്ട് ചെയ്ത് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, തീയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്ന് വിചാരിച്ചു. ആ സമയത്തുള്ള സെക്ഷുവാലിറ്റിയുടെ കാര്യങ്ങൾ നമുക്കിപ്പോൾ അറിയുന്നത് ഓരോ ഗുഹയിലൊക്കെ വരച്ചു വെച്ച പടങ്ങളും അല്ലെങ്കിൽ അവരുടെ എല്ലും ഇതൊക്കെ എടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ആർക്കിയോളജി സ്റ്റഡിയൊക്കെ ചെയ്ത് മനസ്സിലാക്കണം. അപ്പം അതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങൾ ഒരു 10,000 വർഷമായിട്ട് ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 3000 ഇയേഴ്സ് റഫലി, ആ ഒരു അഗ്രികൾച്ചറൽ റെവല്യൂഷൻ വന്ന് ഒരു 12,000 ഇയേഴ്സ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒരു 3000. ഈ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ഇപ്പോൾ ഉള്ള കൾച്ചറൽ സെക്ഷുവാലിറ്റി ഡെവലപ്പ് ചെയ്തത്. കൾച്ചറൽ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും, വെറൈറ്റികളുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ആ ഒരു കാലഘട്ടത്തിലാണ് ഒരുമിച്ച് ജീവിക്കുന്നതും ഒരാളുടെ കൂടെ മാത്രമാണ് ചേരുന്നതും ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞല്ല മൾട്ടിപ്പിൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരുന്നതും. അതിനു മുമ്പ് ഒത്തിരി മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാ സ്റ്റഡിയിൽ നിന്ന് മനസ്സിലാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു യൂണിറ്റ് അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഫ്രീ ആയിരുന്നു കംപ്ലീറ്റ്ലി. ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് താമസിച്ചതില്ല, വോണ്ടർ ചെയ്ത് നടക്കുമായിരുന്നു അവർ. എന്തിനെങ്കിലുമൊക്കെ കൊന്ന് തിന്നും, എന്തെങ്കിലും ബെറീസൊക്കെ കളക്ട് ചെയ്യും, മഷ്റൂമൊക്കെ കാട്ടിൽ നിന്ന് കളക്ട് ചെയ്യും. അപ്പോൾ ഫ്രൂട്ട്സ് ബെറീസ് അല്ലെങ്കിൽ മൃഗങ്ങളെ കൊന്ന് തിന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെയുള്ള സിസ്റ്റംസ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അത് പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ബയോളജിക്കൽ ഇതുണ്ട്, അതിലേക്ക് ഞാൻ പിന്നെ വരാം. അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഈ കൃഷി ചെയ്ത് ഒരു ഗ്രൂപ്പായിട്ട് ജീവിക്കാൻ തുടങ്ങി. കൃഷി ചെയ്ത് ഒരു ഗ്രൂപ്പായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പായിട്ട് ജീവിക്കണമെങ്കിൽ അതിന് കുറച്ചും കൂടെ ഓർഡർ വരണം. പിന്നെ നമ്മുടെ പോപ്പുലേഷൻ ഒരു ചെറിയ സ്ഥലത്ത് ലാർജ് നമ്പറായി, മറ്റേത് വൈഡായിട്ട് നടക്കുമായിരുന്നു, നമ്പറും കുറവായിരുന്നു. ആ സ്പ്രെഡ് ഔട്ട് ആയിട്ട് നടന്ന കാലഘട്ടത്തിൽ നമ്പർ ഓഫ് കുട്ടികൾ അവർക്ക് ഒരുപാട് വേണ്ടായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കോൺട്രസെപ്റ്റീവ് മെത്തേഡൊന്നും ഇല്ലല്ലോ, നാച്ചുറൽ കോൺട്രസെപ്ഷൻ ആണല്ലോ. അന്ന് അവരുടെ കോൺട്രസെപ്റ്റീവ് മെത്തേഡ് എന്തായിരുന്നു എന്നറിയോ? ബ്രസ്റ്റ് ഫീഡിങ്. ചെയ്യാതിരിക്കില്ലല്ല, ബ്രസ്റ്റ് ഫീഡിങ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഓവുലേഷൻ്റെ ചാൻസ് കുറച്ച് കുറവാണ്, ഇല്ല എന്നല്ല, കുറവായിരിക്കും. അപ്പം അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർഷം അവർ മിക്കവാറും ഫീഡ് ചെയ്തിട്ടുണ്ടാവും, മുലയൂട്ടിയിട്ടുണ്ടാവും, 4-5 വർഷം വരെയൊക്കെ ഫീഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ അപ്പൂപ്പന്മാരുടെ കാലത്തൊക്കെ ആൾക്കാർ പിള്ളേർ തമ്മിൽ 2 കൊല്ലം 3 കൊല്ലം ഗ്യാപ്പ് ഉണ്ട്. അതിങ്ങനെയാണ് ഈ ഗ്യാപ്പ്. കോൺട്രസെപ്റ്റീവ് ഇല്ലാതിരുന്ന കാലത്ത് ആ ഗ്യാപ്പ് ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ പണ്ട് ആ ഒരു ഇതിൽ നിന്ന് അഗ്രികൾച്ചറൽ ഇത് വന്നപ്പോൾ എന്തുണ്ടായെന്നറിയാമോ? ഈ കുട്ടികളെ അവർ വീൻ ചെയ്യാൻ തുടങ്ങി. അവർ ഗോതമ്പ് മരിയും കൃഷി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഇവർ വീൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം കഴിയുമ്പോൾ ഇവർ ഈ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയപ്പം അവരുടെ ഇത് നമ്പർ കൂടി. അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൻ കൂടാൻ തുടങ്ങി ആക്ച്വലി. അപ്പോൾ ഈ കൂട്ടം കൂടായിട്ട് ജീവിക്കാൻ നമ്പർ കൂടി എക്സ്പൊണൻഷ്യലായിട്ട് ലാർജ് നമ്പർ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് ഇപ്പം അതിനകത്ത് കൺട്രോൾ വരേണ്ട ഒരു ആവശ്യമുണ്ട്. കുറേ ആൾക്കാർ ഒരുമിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു കൾച്ചറൽ സാധനം ഡെവലപ്പ് ചെയ്യും. അപ്പം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറാർക്കി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ലീഡേഴ്സ്, ജന്മികൾ, അങ്ങനെ പിന്നെ രാജാക്കന്മാർ, അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ അവർ നിയമങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റില്ല. കുറേ അന്ധവിശ്വാസങ്ങളുടെ പുറത്താണ് ഇത്രയും ആൾക്കാരെല്ലാം ഫോളോ ചെയ്തിരുന്നത്, കൺട്രോളിലായിട്ട് പോയിരുന്നത്. അവിടെ റിലീജിയൻ ഡെവലപ്പായി. അപ്പം ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യണം, ഇതേ പാടുള്ളൂ. അപ്പം അതിനകത്ത് കുറേ സാധനങ്ങൾ ഡെവലപ്പായതിൻ്റെ പാർട്ടായിട്ടാണ് ഇത് ഒരാളുടെ കൂടെ ചെയ്യാൻ പാടുള്ളൂ, ഇത് പാപമാണ്, അല്ലെങ്കിൽ ഇതാണ് അതാണെന്നൊക്കെ ഉള്ള സാധനങ്ങൾ. അപ്പം നമ്മൾ ഈ പല ഈ റിലീജിയസ് ടെക്സ്റ്റ് ബുക്സിലും ഇതിൻ്റെ മെൻഷൻസ് ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ. ഈ ബൈബിൾ എടുത്താലും ഖുർആൻ, ഈവൻ ഹിന്ദു, ഏത് റിലീജിയൻ എടുത്താലും ഇതെല്ലാം അതിനകത്ത് ഭംഗിയായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ നമ്മളെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യ ആസ് എ കൺട്രി പണ്ട് മുതലേ തന്നെ ഇതിനെ വളരെ ഓപ്പണായിട്ട് വളരെ ഫ്രീ ആയിട്ട് ഈ സെക്ഷുവാലിറ്റീനെ കണ്ടിരുന്ന ഒരു രാജ്യമാണ്. കാമസൂത്ര, പിന്നെ വേറെ ഏതോളെ താന്ത്രിക് ടെക്സ്റ്റ് ബുക്സ്, ഇതൊക്കെ 10,000 വർഷം മുമ്പേ തന്നെ ഇന്ത്യയിലുണ്ട്. വെസ്റ്റേൺ കൾച്ചർ ഇത് പാപമാണ് തെറ്റാണെന്ന് പറഞ്ഞിരുന്ന കാലഘട്ടത്തിലും ഇതിന് ഒരു നോർമൽ ബോഡിയുടെ ഒരു ആവശ്യമായിട്ടും വളരെ ഫ്രീ ആയിട്ടും കണ്ടിരുന്ന ഇതുകളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഈസ്റ്റേൺ കൾച്ചറിൽ ഇന്ത്യയിൽ ഇപ്പോൾ കാമസൂത്രയും താന്ത്രിക് ടെക്സ്റ്റ് ബുക്സ് ഡെവലപ്പ് ചെയ്ത് അതേ സമയത്ത് ചൈനയിൽ ടാവോയിസ്റ്റ് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള മെറ്റീരിയൽ എല്ലാം ഭയങ്കര സിമിലറുമാണ്.
പിന്നെ ഇതിന് വെറും ഒരു ഫിസിക്കൽ ആക്ട് ആയിട്ടല്ല അതിനകത്ത് കണ്ടേക്കുന്നത്. ഇതിൻ്റെ ഓരോ സബ്ജക്റ്റും നമുക്ക് കുറേ ടൈം എടുക്കുന്ന സാധനമാണ്. കാമസൂത്രം ഓരോന്നെടുത്താലും. അപ്പോൾ അത് നമുക്ക് ഓരോ എപ്പിസോഡായിട്ട് പിന്നെ ചെയ്യാം. പക്ഷെ ബേസിക് എടുത്താൽ ഇപ്പോൾ കാമസൂത്രം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് സെക്സിനെ കുറിച്ചല്ല മോസ്റ്റ്ലി പറയുന്നത്, വളരെ കുറച്ച് സെക്സിനെ കുറിച്ച് പറഞ്ഞേക്കണേ. ഒരു പുരുഷനും സ്ത്രീയും എങ്ങനെ, അതിൽ ഭാര്യ ഭർത്താവ് എന്നുള്ള മെൻഷനും ഇല്ല, കാരണം അന്നില്ലല്ലോ. കല്യാണമൊക്കെ പുതിയ സാധനങ്ങളാണല്ലോ. കല്യാണവും ഈ മോണോഗാമി ഒരാളുടെ കൂടെ ജീവിക്കുന്നതും പുതിയ സംഭവമാണ്. അത് കുറച്ച് വർഷമായിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് എങ്ങനെ ഒരു പുരുഷൻ സ്ത്രീനെ അട്രാക്ട് ചെയ്യണമെന്നും തിരിച്ചും എങ്ങനെ അവർ ജീവിക്കണമെന്നൊക്കെയാണ് മെൻഷൻ ഉള്ളത്. സെക്ഷുവാലിറ്റി അതിനകത്തുണ്ട്. അത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് നമുക്കൊരു ഫുൾ എപ്പിസോഡ് ചെയ്യാം. താന്ത്രിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇനിയും വേറെ ലെവലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ ആക്ട് ഉള്ളതിനേക്കാളും ഉപരിയായിട്ടാണ് അതിനെ കാണുന്നത്. ഇപ്പം നമ്മൾ യോഗയൊക്കെ എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ കോൺഷ്യസ്നെസ് ഒരു ലെവലുണ്ട് അച്ചീവ് ചെയ്യുന്നത്. ഇപ്പോൾ സെക്സ് അതിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. നമ്മളിത് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതിയല്ലോ. ചില കൾച്ചേഴ്സിൽ ഈവൻ കണക്ടിങ് ടു ദ ഹയർ സ്പിരിച്വാലിറ്റി ഇതിനകത്ത് വളരെ കറക്റ്റാണ്. ഇറ്റ് ഈസ് ഓൾസോ കണക്റ്റഡ് ടു സ്പിരിച്വാലിറ്റി. അപ്പോൾ ഈ താന്ത്രിക ബുക്സിനകത്ത് ഇതിനകത്ത് എനർജി ലെവൽസ്, ബ്രീതിങ്, എനർജി ആയിട്ട് കൺവേർട്ടഡാണ്. ഇതെല്ലാം വേറൊരു ഹയർ സ്പിരിച്വൽ ലെവലിൽ, സോൾ ലെവലിൽ കണക്റ്റഡ് ആണ്. താവോയിസ്റ്റ് ഇതിനകത്തും ഇതിൻ്റെ എനർജി പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇൻഡെപ്തിലേക്ക്, ഓരോന്നിൻ്റെ ഇൻഡെപ്തിലേക്കും ഈ സെക്ഷുവാലിറ്റിയിലേക്കും നമുക്ക് കൂടുതൽ പോവാം. വരുന്ന എപ്പിസോഡുകളിലൊക്കെ പോവാം. കാത്തിരിക്കുക തന്നെ.